നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പിന് വീണ്ടും ചിറക് മുളയ്ക്കുന്നു. ഇടുക്കിയുടെ സ്വപ്ന പദ്ധതി ഓഗസ്റ്റ് മാസത്തിൽ പ്രവർത്തന സജ്ജമായേക്കുമെന്ന് വിലയിരുത്തൽ. ഇതിനു മുന്നോടിയായി MLA വാഴൂർ സോമൻ, NCC ഡയറക്ടർ ജനറൽ രമേശ് ഷൺമുഖം ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കട്ടപ്പനയിലെ ബാസിൽ ടയേഴ്സിൽ നിന്നും 11 ലക്ഷത്തിലധികം രൂപ തിരിമറി നടത്തിയ യുവതി പിടിയിലായത് സ്ഥാപനത്തിലെ ബില്ലിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന യുവതി. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിൽ പൊറുതിമുട്ടി കുരങ്ങാട്ടിയിലെ കുടുംബങ്ങൾ. വൈദ്യുതി മുടക്കത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടും പ്രശ്നപരിഹാരത്തിന് വൈദ്യുതി വകുപ്പ് തയ്യാറാകുന്നില്ലെന്ന പരാതി. മഴക്കാലം എത്തുന്നതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യത മുമ്പിൽ കണ്ട പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇടപെടൽ വേണമെന്ന ആവശ്യം. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ കാഞ്ചിയാർ കാട്ടുകടയ്ക്ക് സമീപത്തെ വളവ് വാഹനയാത്രികർക്ക് അപകട കെണിയാകുന്നു. അപകട ഭീഷണിക്ക് കാരണം റോഡ് നിർമ്മാണത്തിലുണ്ടായ അശാസ്ത്രീയതയെന്ന നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പിന് വീണ്ടും ചിറക് മുളയ്ക്കുന്നു. ഇടുക്കിയുടെ സ്വപ്ന പദ്ധതി ഓഗസ്റ്റ് മാസത്തിൽ പ്രവർത്തന സജ്ജമായേക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതിനായി വനംവകുപ്പിന്റെ ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ നീക്കിയതായി പീരുമേട് MLA വാഴൂർ സോമൻ പറഞ്ഞു. NCC ഡയറക്ടർ ജനറൽ രമേശ് ഷൺമുഖം ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇടുക്കിയുടെ സ്വപ്ന പദ്ധതിയായ വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പിന് വീണ്ടും ചിറക് മുളയ്ക്കുകയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പാണ് എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ഇതിനിടയിൽ സ്ഥലവുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ചതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയായിരുന്നു. പിന്നീട് എയർ സ്ട്രിപ്പ് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള തുടർ നടപടികൾ നടന്നുവരികയായിരുന്നു. ഇതിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, വനംവകുപ്പ് മന്ത്രി, റവന്യൂ മന്ത്രി എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്ത് തുടർ നടപടികൾ സ്വീകരിച്ചതായി പീരുമേട് MLA വാഴൂർ സോമൻ പറഞ്ഞു. സത്രം എയർ സ്ട്രിപ്പിന്റെ തടസ്സങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദരണീയനായ മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഞാനും ചേർന്ന് തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് ഇവിടെ എയർ സ്ട്രിപ്പിനുള്ള തടസ്സങ്ങൾ നീക്കിക്കിട്ടാൻ വനം വകുപ്പിൽ സമ്മർദ്ദം ചെലുത്തണമെന്നുള്ള തീരുമാനമെടുത്തിരുന്നു. 7-1 നോട്ടിഫിക്കേഷൻ റദ്ദാക്കണം എന്നുള്ളതാണ് ആവശ്യം. അത് വനമന്ത്രി കൂടെ ഇരുന്ന് ഈ വിഷയം അദ്ദേഹത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ച് അതിന്റെ പ്രകാരം മുഖ്യമന്ത്രിയുടെ ടേബിളിൽ ഫയൽ എത്തിക്കഴിഞ്ഞു. താമസം വിനാ നമുക്ക് ബാക്കി എല്ലാ തടസ്സങ്ങളും നീക്കിക്കിട്ടും. അതോടൊപ്പം തന്നെ പീരുമേട് താലൂക്ക് സഭയിൽ ഈ വിഷയം ഗൗരവമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള ചെറിയ തടസ്സങ്ങൾ കൂടി മാറിയാൽ സത്രം എയർ സ്ട്രിപ്പ് യാഥാർത്ഥ്യമാകുമെന്ന് സ്ഥലം സന്ദർശിച്ച NCC ഡയറക്ടർ ജനറൽ രമേശ് ഷൺമുഖം പറഞ്ഞു. ഇതിനായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. I have come basically here to take stock of the situation, what all the work that is pending, and I can tell you the work is happening at a very good speed. But few minor issues we wanted to clear it at the earliest so that this gas strip is operationalized for NCC training at the earliest. So that's why I'm here. I am very, very grateful for the support of Honorable MLA here. He has been so kind. He has been supporting us right from the start of this project. He was here and he is monitoring, and the local support is also phenomenal. And even the support of the ministers, Honorable Higher Education Minister, Honorable Finance Minister, everybody is focusing on that. This issue was even taken up with the Honorable Chief Minister. He is also totally for it. PWD ബിൽഡിംഗ് വർക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശോഭ ജോൺ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗീതു P. ചന്ദ്രൻ എന്നിവരും NCCയുടെ മറ്റ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കട്ടപ്പനയിലെ ബാസിൽ ടയേഴ്സിൽ നിന്നും 11 ലക്ഷത്തിലധികം രൂപ തിരിമറി നടത്തിയ യുവതി പിടിയിൽ. സ്ഥാപനത്തിലെ ബില്ലിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്തു വന്നിരുന്ന യുവതിയാണ് പിടിയിലായത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കട്ടപ്പന ഇടുക്കിക്കവലയിൽ പ്രവർത്തിക്കുന്ന ബാസിൽ ടയേഴ്സിൽ നിന്നുമാണ് ജീവനക്കാരി പണം തട്ടിയത്. ഈ വർഷത്തെ ഓഡിറ്റിലാണ് തട്ടിപ്പ് പുറത്തായത്. സ്ഥാപനത്തിലെ സാധന സാമഗ്രികൾ വിൽക്കുന്ന പണം സ്വന്തം അക്കൗണ്ടിലേക്ക് വാങ്ങി ഇവർ തട്ടിപ്പ് നടത്തുകയായിരുന്നു. സംഭവത്തിൽ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യുവതിയെ അറസ്റ്റ് ചെയ്തതെന്ന് സ്ഥാപനത്തിന്റെ ജനറൽ മാനേജർ പറഞ്ഞു.
നമ്മൾ ഡീറ്റെയിൽ ഓഡിറ്റ് നടത്തുകയും നമ്മുടെ ഓഡിറ്റർ അത് വിദഗ്ധമായി പരിശോധിക്കുകയും ചെയ്തതിനു ശേഷം നമുക്ക് കമ്പനിക്ക് 11,23,056 രൂപയുടെ നഷ്ടം നാളിതുവരെ വന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇതിൻ പ്രകാരം ശാലിനിയോട് സംസാരിക്കുകയും ഇപ്പോൾ ശാലിനി പറഞ്ഞത് ഞാൻ കുറച്ച് പൈസ എടുത്തിട്ടുണ്ടെന്ന് ആദ്യം പറഞ്ഞു, 2.5 ലക്ഷം രൂപ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞില്ല, ഞാനൊരു 7 ലക്ഷം രൂപ വരെ എടുത്തിട്ടുണ്ട്, ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു. പിന്നീട് ഇത് തുക 10 ലക്ഷം വരെ എടുത്തു എന്ന് ശാലിനി പറയുകയുണ്ടായി. ഈ അവസരത്തിൽ നമ്മൾ അവർക്ക് ഒരു സമയം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ തന്നോളാം എന്ന് പറഞ്ഞതനുസരിച്ചിട്ട് ശാലിനിയുടെ ഫാദറിലോ വന്ന് സംസാരിക്കുകയും ഒപ്പം അദ്ദേഹത്തോടൊപ്പം വേറെ 1-2 പേരുണ്ടായിരുന്നു. ആ വ്യക്തികളെല്ലാം വരികയും പോലീസ് സ്റ്റേഷനിൽ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നീട് അവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. വീണ്ടും കട്ടപ്പനയിൽ നിന്ന് ബന്ധപ്പെട്ട മേലധികാരികൾ, പോലീസ് അധികാരികൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അവരെ വിളിച്ച് വരുത്തുകയും ചെയ്ത് അവരുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 11,23,056 രൂപയാണ് പലപ്പോഴായി യുവതി സ്ഥാപനത്തിൽ നിന്നും തിരിമറി നടത്തിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ കാഞ്ചിയാർ കക്കാട്ടുകടയ്ക്ക് സമീപത്തെ വളവ് വാഹനയാത്രികർക്ക് അപകടക്കെണിയാകുന്നു. റോഡ് നിർമ്മാണത്തിലുണ്ടായ അശാസ്ത്രീയതയാണ് അപകട ഭീഷണിക്ക് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ കാഞ്ചിയാർ കക്കാട്ടുകടയ്ക്ക് സമീപത്തെ വളവാണ് വാഹനയാത്രികർക്ക് അപകടക്കെണിയായി മാറുന്നത്. ഇതിനോടകം നിരവധി അപകടങ്ങൾ ചെറുതും വലുതുമായി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ റോഡ് ആധുനിക രീതിയിൽ നവീകരിച്ചതോടെ അപകടത്തിന്റെ തോതും വർദ്ധിച്ചു. കഴിഞ്ഞ ദിവസം കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടമാണ് അവസാനത്തേത്. റോഡ് നവീകരിച്ചതിനു ശേഷം വാഹനങ്ങളുടെ വേഗതയും ഈ പാതയിൽ വർദ്ധിച്ചു. ഇതാണ് അപകടമുണ്ടാകുന്നതിന് പ്രധാന കാരണം. കൂടാതെ ഈ ഭാഗത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല. റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രതയുണ്ടായിട്ടുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണവും അതുപോലെ തന്നെ ഈ കയറ്റത്തുനിന്ന് ഇറക്കത്തോട്ട് വരുന്നതും ഈ താഴെ നിന്ന് മേലോട്ട് കയറി വരുന്ന വണ്ടികളും അമിത വേഗത്തിലാണ് കയറി വരിക ഇറങ്ങി വരിക ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ റോഡിൽ നിന്നുമാണ് നമ്മുടെ തുവരയാറ് വെള്ളയാങ്കുടിയിലോട്ടുള്ള ബൈപ്പാസ് റോഡ് കയറി പോകുന്നത്. അവിടുന്ന് വരുന്ന വാഹനങ്ങളിലൂടെ ഒന്നിച്ച് കയറുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ വളരെ അധികം രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടായെങ്കിൽ മാത്രമേ ഇവിടെ ഈ അപകടങ്ങളിൽ നിന്ന് വാഹനയാത്രികർക്ക് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഈ ഒരു വഴിയുടെ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ കാൽനട യാത്രികർക്ക് പോലും നേരെ നടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. വളവിന്റെ മധ്യഭാഗത്തു നിന്നുമാണ് പൊന്നിക്കവല വെള്ളയാങ്കുടി ബൈപ്പാസ് റോഡ് തിരിയുന്നത്. ഈ ബൈപ്പാസ് റോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് വാഹനങ്ങൾ കയറി വരുന്ന സമയത്തും അപകട സാധ്യതയുണ്ട്. ഈ റോഡിൽ നിന്നും ചെറിയൊരു കയറ്റം കയറിയാണ് പ്രധാന റോഡിലേക്ക് വാഹനങ്ങൾ എത്തുന്നത്. ഈ സമയം പ്രധാന റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഡ്രൈവർമാർക്ക് ദൃശ്യമാകത്തില്ല. കൂടാതെ ഈ വളവിന്റെ ഒരു ഭാഗത്ത് താരതമ്യേന വീതി കുറവുമുണ്ട്. ഇത് കാൽനട യാത്രികർക്കും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ ഭാഗത്ത് സുരക്ഷാ സംവിധാനങ്ങൾ അടിയന്തരമായി ഒരുക്കണമെന്ന ആവശ്യമാണ് ആളുകൾ മുൻപോട്ട് വെക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന വികസിത കേരളം കൺവെൻഷൻ 24-ാം തീയതി കട്ടപ്പനയിൽ നടക്കും. ജില്ല നേരിടുന്ന വിവിധ വിഷയങ്ങളിലും BJPയുടെ പ്രവർത്തനങ്ങളിലും ചർച്ചകൾ നടക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കട്ടപ്പന വള്ളക്കടവ് സിബീസ് ഗാർഡനിൽ നടക്കുന്ന കൺവെൻഷൻ രാവിലെ 10-ന് ആരംഭിക്കും. വികസിത കേരളം എന്ന സങ്കല്പത്തിൽ ഇടുക്കിയിലുണ്ടാകേണ്ട വികസന പ്രവർത്തനങ്ങളെപ്പറ്റിയും അതുമായി ബന്ധപ്പെട്ട് പാർട്ടി ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളെപ്പറ്റിയും കൺവെൻഷൻ ചർച്ച ചെയ്യും. പ്രത്യേക നിശ്ചയിക്കപ്പെട്ട പ്രതിനിധികളാണ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. ആദ്യമായി ഇടുക്കി സൗത്ത് ജില്ലയിലെത്തുന്ന സംസ്ഥാന അധ്യക്ഷന് ജില്ലാ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്വീകരണം നൽകും. അദ്ദേഹം കേരളത്തിൽ വന്നതിന് ശേഷം പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന് വികസിത കേരളം, രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് NDA അല്ലെങ്കിൽ BJP കേരളത്തിൽ ഭരണം പിടിച്ചിട്ട് അദ്ദേഹം സംസ്ഥാനം വിട്ടു പോകൂ എന്ന് 2 കാര്യങ്ങളാണ് അടിവരയിട്ട് പറയാനുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായി അദ്ദേഹം എല്ലാ ജില്ലകളും സന്ദർശിക്കുകയാണ്. പ്രവർത്തകരുമായി BJPയുടെ കാര്യകർത്താക്കളുമായി അദ്ദേഹം ചർച്ച ചെയ്യുകയാണ്. ഭാവി പരിപാടികൾ എങ്ങനെ BJPയെ മുന്നോട്ട് നയിക്കാം, എങ്ങനെ BJPയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാം, അക്കാര്യങ്ങളെക്കുറിച്ച് പാർട്ടി നേതാക്കന്മാരുമായി പ്രവർത്തകരുമായി നേരിട്ട് ചർച്ച നടത്തിക്കൊണ്ട് കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനത്തിലേക്ക് BJP കൊണ്ടുപോകാനുള്ള ഒരു പരിപാടിയുമായാണ് അദ്ദേഹം എത്തുന്നത്. BJPയുടെ ഭാവി പരിപാടികൾ, പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം നേതാക്കന്മാരുമായി ചർച്ച നടത്തും. അതോടൊപ്പം ജില്ലയിലെ വിവിധ വിഷയങ്ങൾ ചർച്ചയാകും. ജില്ലയിലെ ഭൂപ്രശ്നങ്ങളടക്കം 53 വർഷക്കാലം തുടരുന്ന മുഴുവൻ വിഷയങ്ങളിലും കൺവെൻഷനിൽ ചർച്ചകൾ നടക്കും. പലതവണയായി മുഖ്യമന്ത്രിയടക്കം പ്രഖ്യാപിച്ച 18,000 കോടി രൂപയുടെ പാക്കേജ് എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം സർക്കാർ നൽകണമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.
BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്, K കുമാർ, രതീഷ് വരകുമല, തങ്കച്ചംപുരിയിടം എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന അർപ്പിച്ചാണ് പരിപാടി ആരംഭിച്ചത്. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ പൂർണ്ണമായി കമ്പ്യൂട്ടർവൽക്കരണത്തിലേക്ക് നയിച്ചതും വാർത്താവിനിമയ രംഗത്ത് സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം ഉണ്ടായതും രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലായിരുന്നു. രാജീവ് ഗാന്ധി രാജ്യത്തെ ടെക്നോളജി വികസിപ്പിച്ചപ്പോൾ അതിനെതിരെ നിന്നവരാണ് പിന്നീടുണ്ടായ യുദ്ധങ്ങളിൽ ശത്രു രാജ്യങ്ങളെ ടെക്നോളജി പ്രയോജനപ്പെടുത്തി പരാജയപ്പെടുത്തിയതെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു. ഈ എല്ലാ രംഗത്തും നമുക്ക് മുന്നേറ്റമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. ആ ഒരു മുന്നേറ്റമുണ്ടാകുമ്പോൾ തന്നെ ഗാന്ധിജിയുടെ സ്വപ്നം ഗ്രാമസ്വരാജ്, നമ്മുടെ താഴേക്കിടയിലുള്ള ഗ്രാമങ്ങളുടെ വളർച്ചയിലൂടെ മാത്രമേ നമുക്ക് വളർച്ച പ്രാപിക്കാൻ കഴിയൂ. ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രപതിയുടെ ആ ഒരു വാക്കുകളും സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അധികാരം താഴെത്തട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ അടിത്തറ പാകിയത് ശ്രീ രാജീവ് ഗാന്ധി ആയിരുന്നു. അദ്ദേഹത്തിന്റെ മരണമെന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിന് ഉണ്ടായ ഏറ്റവും വലിയ ഒരു നഷ്ടമാണ്. കട്ടപ്പന 20 ഏക്കറിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു. 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കും ആകാശപ്പറവിയിലെ അന്തേവാസികൾക്കും അനുസ്മരണത്തിന്റെ ഭാഗമായി പൊതിച്ചോർ വിതരണം ചെയ്തു. KPCC സെക്രട്ടറി തോമസ് രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി, കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, നേതാക്കളായ ജോസ് മുത്തനാട്ട്, KA മാത്യു, ഷാജി വെള്ളമാക്കൽ, പ്രശാന്ത് രാജു, ലീലാമ ബേബി തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ തൊഴിലാളി ദ്രോഹ നടപടികൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് CITU അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. മുമ്പ് ഈ വിഷയത്തിൽ മെയ് 20 പണിമുടക്ക് സമരം നടത്താൻ സംഘടനകൾ തീരുമാനിച്ചിരുന്നു. സമരം മാറ്റിയ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധ ദിനം ആചരിച്ചത്. കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് മെയ് 20 പണിമുടക്ക് സമരം നടത്താനായിരുന്നു തൊഴിലാളി സംഘടനകൾ തീരുമാനിച്ചിരുന്നത്. സമരം മാറ്റിയ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി അടിമാലിയിലും പ്രതിഷേധ ദിനം ആചരിച്ചത്. CITU അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. രാജ്യത്തെ തൊഴിലാളികളെ അങ്ങേയറ്റം ദ്രോഹിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് സമരത്തിൽ സംസാരിച്ചവർ കുറ്റപ്പെടുത്തി. കൊടിയുടെ നിറം നോക്കാതെ മുഴുവൻ തൊഴിലാളികളും, കോടിക്കണക്കിന് തൊഴിലാളികൾ രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ വലിയ പ്രക്ഷോഭത്തിന്റെ പാതയിലാണ്. ആ പ്രക്ഷോഭം തുടരേണ്ട ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നില്ല എന്നുള്ള ഏറ്റവും തെറ്റായ ഒരു നയ സമീപനം. അത് തന്നെയല്ല, തൊഴിലാളികൾക്ക് പണിയെടുത്ത് അവർക്ക് കിട്ടുന്ന ഉപജീവനമാർഗം ആ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ രാജ്യത്ത് മുഴുവൻ മേഖലയിലും വിലവർദ്ധനവ് സംജാതമാക്കിക്കൊണ്ടിരിക്കുക. സമസ്ത മേഖലയിൽ മുതലാളിമാരെ സഹായിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ നാട് തൊഴിൽ കോഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ തൊഴിലാളി ദ്രോഹ നടപടികൾ കൈമുതലാക്കിയ മോദി ഗവൺമെൻറ്റിനെതിരെയുള്ള മുന്നറിയിപ്പായി ഇന്നത്തെ ഈ പ്രതിഷേധ ദിനം മാറും. തീർച്ചയായും ഈ സമരം ഇന്ത്യയിലെ ജനകോടികൾ തൊഴിലാളികൾ ഏറ്റെടുത്തുകൊണ്ട് സമുചിതമായ പോരാട്ടമായി വളരും. തൊഴിലാളികൾ ആർജിച്ച എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടം ഐക്യ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ വരും കാലങ്ങളിൽ നടക്കുമ്പോൾ ഈ സമരത്തെ സഹായിക്കുവാൻ മുഴുവൻ ജനങ്ങളും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രതിഷേധത്തിൽ CD ഷാജി, VB മോഹനൻ, മാത്യു ഫിലിപ്പ്, PK ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പ്രതിഷേധത്തിന്റെ ഭാഗമായി. LDF സർക്കാരിന്റെ 4ാം വാർഷികം UDF കരിദിനമായി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി തോപ്രാംകുടി ടൗണിൽ സംഘടിപ്പിച്ച യോഗം DCC മുൻ ജനറൽ സെക്രട്ടറി വിജയകുമാർ മറ്റക്കര ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്കെതിരെ UDFന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ കരിദിനാചരണം സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് തോപ്രാംകുടി ടൗണിലും പ്രതിഷേധം സംഘടിപ്പിച്ചത്. UDF വാത്തുകുടി മണ്ഡലം ചെയർമാൻ സാജു കാരക്കുന്നിൽ അധ്യക്ഷത വഹിച്ച യോഗം DCC മുൻ ജനറൽ സെക്രട്ടറി വിജയകുമാർ മറ്റക്കര ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ 4 വർഷമായി കേരളത്തിന്റെ മന്ത്രിയല്ലേ? തോപ്രാംകുടിയിൽ എന്ത് വികസനം എത്തിച്ചു? ഇടുക്കി നിയോജകമണ്ഡലത്തിൽ എന്ത് വികസനം എത്തിച്ചു? പാത്തിക്കുടി പഞ്ചായത്തിൽ എന്ത് വികസനം എത്തിച്ചു? അറിയുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഉമ്മൻചാണ്ടി സാറ് ഇവിടെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തോപ്രാംകുടിയിലെ
പ്രിയപ്പെട്ട റോഷി അഗസ്റ്റ്യ, നിങ്ങൾ കാലുമാറി. UDF ഇടുക്കി നിയോജകമണ്ഡലം കൺവീനർ ജോയി കൊച്ചുകരൂട്ട് മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി ജെയ്സൺ കെ ആന്റണി, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ്, അഡ്വക്കേറ്റ് എബി തോമസ്, ടോമി തെങ്ങുംപള്ളി, അനീഷ് ചേനക്കര തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വിദേശത്തും സ്വദേശത്തുമായി നിരവധി തൊഴിലവസരങ്ങൾ ഒരുക്കി കട്ടപ്പന ഗവൺമെന്റ് ITയിൽ തൊഴിൽമേള 23-24 തീയതികളിൽ നടക്കും. 23-ാം തീയതി രാവിലെ 9:30 മന്ത്രി റോഷി അഗസ്റ്റിൻ തൊഴിൽമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പും KDISCയും വിജ്ഞാന കേരളവും ചേർന്ന് 23-24 തീയതികളിൽ കട്ടപ്പന ഗവൺമെന്റ് ITയിൽ ജില്ലാതല തൊഴിൽമേള നടത്തും. 23-ന് രാവിലെ 9:30 മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ് നിർണാക്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തും. ITI പാസ്സായവർക്കും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പങ്കെടുക്കാം. കേരള സർക്കാർ വ്യാവസായിക പരിശീലന വകുപ്പ്, KDISC, വിജ്ഞാന കേരളം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മെയ് മാസം 23-24 തീയതികളിൽ കട്ടപ്പന ഗവൺമെന്റ് ITയിൽ വെച്ച് സ്പെക്ട്രം ജോബ് ഫെയർ എന്ന പേരിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. പ്രസ്തുത മേളയുടെ ഉദ്ഘാടനം മെയ് 23 രാവിലെ 9:30 ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ നിർവഹിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബീന ടോമി അധ്യക്ഷത വഹിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ചെയർമാൻ മുഖ്യപ്രഭാഷണം നടത്തും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഈ മേളയുടെ ഉദ്ഘാടന സമയത്ത് സന്നിഹിതരായിരിക്കുന്നതായിരിക്കും. 50-ൽ പരം കമ്പനികളിലെ 1300-ലേറെ ഒഴിവുകളിലേക്ക് നിയമനം നടത്തും. സ്വദേശത്തും വിദേശത്തുമായി നിരവധി തൊഴിലവസരങ്ങളാണുള്ളത്. കമ്പനികൾ, തൊഴിൽ അവസരങ്ങൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ www.knowledgemission.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 96 33 41 97 47 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. വാർത്താസമ്മേളനത്തിൽ വൈസ് പ്രിൻസിപ്പൽ KM ജോൺസൺ, ദിൽഷത് ബീഗം, PC ചന്ദ്രൻ, P മിലൻദാസ്, M മുരളീധരൻ, മനോജ് മോഹൻ എന്നിവർ പങ്കെടുത്തു. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ മോട്ടോർ വാഹന വകുപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട ദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന മോട്ടോർ വാഹന വകുപ്പ് നടത്തിയിരുന്നു. സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർ, ആയമാർ എന്നിവർക്കുള്ള റോഡ് സുരക്ഷാ ക്ലാസ് ഈ മാസം 26-ന് അടിമാലിയിൽ നടക്കും. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസും കുട്ടികളുടെയും സുരക്ഷയും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയും തുടർ പ്രവർത്തനങ്ങളും നടത്തിവരുന്നത്. ദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അടിമാലിയിലും മൂന്നാറിലുമായി നടത്തിയിരുന്നു. ദേവികുളം ജോയിന്റ് RT ഓഫീസിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടന്നത്. പരിശോധന പാസ്സായ വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് സ്റ്റിക്കർ പതിപ്പിച്ചു. അടിമാലിയിൽ മാത്രം ആദ്യഘട്ടത്തിൽ 44 വാഹനങ്ങൾ പരിശോധിച്ചിരുന്നു. വാഹനങ്ങളുടെ രേഖകൾ പരിശോധിച്ചതിനൊപ്പം വാഹനത്തിന്റെ എല്ലാവിധത്തിലുമുള്ള പ്രവർത്തനക്ഷമതയും ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പുവരുത്തി. സർക്കാർ മാനദണ്ഡപ്രകാരമുള്ളവരാണോ വാഹനം ഓടിക്കുന്നവരെന്ന പരിശോധനയും ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർ, ആയമാർ എന്നിവർക്കുള്ള റോഡ് സുരക്ഷാ ക്ലാസ് ഈ മാസം 26-ന് അടിമാലിയിൽ നടക്കും. വസാഡ് ലീഡേഴ്സ് സംഗമവും പുതിയ പദ്ധതിയുടെ ഉദ്ഘാടനവും കട്ടപ്പനയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ് നിർണാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന വസാഡ് റീജിയണൽ ഓഫീസിൽ വെച്ചാണ് ലീഡേഴ്സ് സംഗമവും മാനസിക ആരോഗ്യ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നത്. വസാഡിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വിവിധ പദ്ധതികളുടെ കമ്മിറ്റിയിലെ നേതൃനിരയിലുള്ളവരുടെ വാർഷിക സംഗമമാണ് നടന്നത്. നഗരസഭാ കൗൺസിലർ ജോയി ആനിത്തോട്ടം അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ് നിർണാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ആരെങ്കിലും ഒരാളെ കേൾക്കാനുണ്ടെങ്കിൽ നമ്മുടെ പകുതി ലോകമല്ല മുഴുവൻ ലോകം. അപ്പോൾ അവരെ ആശ്വാസമേകാൻ, അവരെ സഹായകമാകുവാനുള്ള പ്രക്രിയയുമായിട്ടാണ് വസാഡ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ മെന്റൽ ഹെൽത്ത് ക്ലിനിക്കിന്റെ ആരംഭം ഇവിടെ കൊടുക്കുകയാണ്. അഴുത ബ്ലോക്കിലെ പെരുവന്താനത്തും കൊക്കയാറിലും ഏലപ്പാറയിൽ പീരുമേട്ടിലും കുമളിയിലും അതുപോലെ വണ്ടിപ്പെരിയാർ തുടങ്ങിയ പഞ്ചായത്തിലും ഒക്കെ ഇതിന്റെ സംരംഭം തുടക്കം തീരുമാന നേതൃത്വം ഇതിന്റെ പിന്നെ പ്രവർത്തിക്കുന്ന ആ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ഒറ്റക്കെട്ടായിട്ടുണ്ട്. നമുക്ക് ഈ സംരംഭം ഈ നാടിൽ നിന്ന് വളരെ അഭിമാനകരമായി മാറുന്ന കാര്യം സംശയമില്ല. മാനസിക വൈകല്യങ്ങൾ നേരിടുന്ന, മാനസിക ബുദ്ധിമുട്ട് നേരിടുന്നവരെ സമൂഹത്തിലേക്ക് മുഖ്യധാരയിൽ കൊണ്ടുവരുവാൻ ഇത് തുടക്കം കുറിക്കണം. അവർക്ക് വെല്ലുവിളി നേരിടുന്നവർക്ക് മരുന്ന് ഉൾപ്പെടെയുള്ളത് സൗജന്യമായി കൊടുത്തുകൊണ്ടാണ് വസാഡ് ഈ രംഗത്തേക്ക് വരുന്നത്. വസാഡ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ജോസ് ആന്റണി, പ്രോജക്ട് കോർഡിനേറ്റർ കിരൺ അഗസ്റ്റിൻ, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോണിയോ എബ്രഹാം,
കുരുവിള ദാനിയേൽ, വി കെ കുട്ടപ്പൻ, വെട്ടിക്കാട്ട, ജോളി ടോമി, ചാക്കോച്ചനമ്പാട്ട്, അബിൻ ബേബി, ഷിനോജ് തോമസ്, തോമസ് MS, ജോസ് വടക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഡ്രാഗൺ ഷിറ്റോരിയോ കരാട്ടയുടെ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് ഗ്രേഡിംഗും കളർ ബെൽറ്റ് ടെസ്റ്റ് ഗ്രേഡിംഗും നടന്നു. ഡ്രാഗൺ ഷിറ്റോരിയോ കരാട്ടെ ഇന്ത്യ വൈസ് പ്രസിഡന്റ് സെൻസായി സെന്തിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് കൊച്ചുകാമാക്ഷിയിൽ വെച്ച് ടെസ്റ്റുകൾ നടത്തിയത്. കൊച്ചുകാമാക്ഷി സെന്റ് സെബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിൽ നടത്തിയ ടെസ്റ്റിൽ ഡ്രാഗൺ ഷിറ്റോരിയോ കരാട്ടെ ഇന്ത്യ വൈസ് പ്രസിഡന്റ് സെൻസായി സെന്തിൽകുമാർ മുഖ്യ പരിശോധകനായിരുന്നു. ജില്ലാ ചീഫ് ഇൻസ്ട്രക്ടർ അനൂപ് മണി വാളിയങ്കലിന്റെയും ഡ്രാഗൺ സ്കൂൾ ഇടുക്കി ജില്ലാ ചെയർമാൻ സന്തോഷ് മഞ്ഞാടിയുടെയും കീഴിലുള്ള 80ഓളം കുട്ടികളാണ് ഗ്രേഡിംഗ് ടെസ്റ്റിൽ പങ്കെടുത്തത്. സ്കൂളിന്റെ ഇടുക്കി ജില്ലാ ബ്രാഞ്ചിൻ്റെ കളർ ബെൽറ്റ് ടെസ്റ്റും ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റുമാണ് ഇന്നിവിടെ നടന്നത്. ഡ്രാഗൺ ഷിറ്റോറിയ സ്കൂൾ ഫൗണ്ടർ സെൻസായി സെന്തിൽകുമാർ, ഇന്ത്യൻ ഷിറ്റോറിയ സ്റ്റൈൽ വൈസ് പ്രസിഡന്റ് സെന്തിൽ മാസ്റ്റർ, and our technical director Raja Master, and our Kerala style chief Saira Banu Sensai, and Rukman Sensai, Sandosh Sensai, രാമചന്ദ്രൻ സൻസായി എന്നിവരാണ് ടെസ്റ്റിന് നേതൃത്വം കൊടുക്കുന്നത്. നമ്മുടെ സ്കൂളിൽ നിന്നും നമ്മുടെ പരിസര പ്രദേശത്തു നിന്നുള്ള ഒരു 80ഓളം സ്റ്റുഡൻസ് ഈ ടെസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട്. ടെസ്റ്റിൽ 8 കുട്ടികൾക്ക് ബ്ലാക്ക് ബെൽറ്റുകൾ ലഭിച്ചു. കൊച്ചുകാമാക്ഷി ഇടവക വികാരി ഫാദർ ജോർജ് കുച്ചുപുരയ്ക്കൽ വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഡ്രാഗൺ സ്കൂൾ ടെക്നിക്കൽ ഡയറക്ടർ പ്രകാശ് രാജ, സെൻസായിമാരായ A. സായിറ ബാനു, രുക്മാൻ, K. രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1996 വർഷത്തെ SSLC വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. 8ാം വർഷം നടന്ന പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ വെച്ച് ടീ ഗാർഡൻ ഫ്രണ്ട്സ് ചാരിറ്റബിൾ സൊസൈറ്റിക്കും രൂപം നൽകി. കഴിഞ്ഞ 8 വർഷമായി 1996 വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച SSLC വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ മുൻ ഹെഡ് മാസ്റ്റർ പൊന്നുതായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി ടീ ഗാർഡൻ ഫ്രണ്ട്സ് ചാരിറ്റബിൾ സൊസൈറ്റിക്കും രൂപം നൽകി. KMG ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ M. ഗണേശൻ ട്രസ്റ്റിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. அவங்களுக்கு என்ன ஆகணும் அப்படி சொல்லக்கூடிய ஒரு விஷயத்தை நம்ம ஃபோக்கஸ் செய்து கொடுக்கணும். அவங்களுக்கு ஃபோக்கஸ் கிடைக்க மாறி மாறி போயிட்டு தான் இருக்கும். அது 10ஆம் கிளாஸ் +1 +2 முடிக்கிறதுக்கு முன்னாடியே ஏதாவது ஒரு விஷயத்துல அவங்க ஃபோக்கஸ் ஆயிட்டாங்கன்னா பிரச்சனை இல்லை. அதுக்கு மேல அவன் ஃபோக்கஸ்ல போய் மாறி மாறி போயிட்டே இருப்பான். அதனால தான் நமக்கு அர்ஜுனனுக்குள்ள அந்த வில்லுக்குள்ள கதை சொல்லுவாங்க. அந்த குரு என்ன செஞ்சாங்க, அவருக்கு அம்பை எய்யறதுக்கு வேண்டி படிச்சுட்டு அங்க போயிட்டு அர்ஜுனனை அங்க வந்து அம்பை எய்ய சொல்லும்போது எல்லாருமே என்ன செய்வாங்க, ஒரு இடத்துல ஒரு கிளி இருக்கு மரத்துல அதை பத்தி அதான் அம்பை எய்து வீழ்த்தணும். SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. സെക്രട്ടറി കലൈ സെൽവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ ഹേമലത, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ J. പോൾരാജ്, SK ദുരൈ, ജയശീലൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇരട്ടയാർ വലിയതോവള ക്രിസ്തുരാജ് ഹൈസ്കൂളിൽ 1974-75 അധ്യയന വർഷം SSLC ബാച്ചിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ ഒത്തുചേരൽ നടന്നു. ഹൃദയസംഗമം എന്ന പേരിലാണ് സ്കൂൾ അങ്കണത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. വലിയതോവള ഇടവക വികാരി ഫാദർ വർഗീസ് കാക്കല്ലിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 1974-75 അധ്യയന വർഷം ഇരട്ടയാർ വലിയതോവള ക്രിസ്തുരാജ ഹൈസ്കൂളിൽ SSLC ബാച്ചിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ ഒത്തുചേരലാണ് നടന്നത്. ഹൃദയസംഗമം എന്ന പേരിലായിരുന്നു പരിപാടി. 50 വർഷങ്ങളിൽ ഇഴപിരിഞ്ഞുപോയ ആത്മബന്ധങ്ങളും സൗഹൃദങ്ങളും പൊടിതട്ടിയെടുക്കാനും കൂട്ടിയിണക്കാനുമുള്ള മുഹൂർത്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. വലിയൊരു സമൂഹത്തിന്റെ ഭാഗമായി ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലായിരിക്കുന്ന ഈ ഒരു സമൂഹത്തെ ഒന്നിപ്പിച്ചു കൂട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വിവര സാങ്കേതിക വിദ്യയുടെ കാലത്ത് എല്ലാം എളുപ്പമാണെന്ന് പറയുമ്പോഴും തിരക്കുകളുടെ ഈ ലോകത്ത് ഒരു ദിവസത്തിലേക്ക് ഒരു ചെറിയ ഗ്രൂപ്പിനെയാണെങ്കിലും ഒന്നിച്ചു കൂട്ടുക പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇതിന്റെ സംഘാടക സമിതിയെ പ്രത്യേകമായി പോരാ നിങ്ങൾ ഓരോരുത്തരെയും ഈ ഒരു മീറ്റിങ്ങിന് വലിയ പ്രാധാന്യം കൊടുത്ത് കടന്നു വന്ന് നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു. ചടങ്ങിൽ പൂർവ്വ അധ്യാപകരെ ആദരിച്ചു. സംഘാടക സമിതി പ്രസിഡന്റ് ബേബി പതിപ്പള്ളിയിൽ, സെക്രട്ടറി ടോമി തെക്കേൽ, ജോർജ് കുട്ടി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു.
ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിൽ പൊറുതിമുട്ടി കുരങ്ങാട്ടിയിലെ കുടുംബങ്ങൾ. വൈദ്യുതി മുടക്കത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടും പ്രശ്നപരിഹാരത്തിന് വൈദ്യുതി വകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. മഴക്കാലം എത്തുന്നതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യത മുമ്പിൽ കണ്ട് മഴ കനക്കും മുമ്പേ അടിക്കടിയുള്ള വൈദ്യുതി മുടക്കത്തിന് കാരണമാകുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. കുരങ്ങാട്ടി മേഖലയിലെ തുടർച്ചയായ വൈദ്യുതി മുടക്കം കുറച്ചൊന്നുമല്ല നാട്ടുകാരെ വലയ്ക്കുന്നത്. അടിക്കടിയുള്ള വൈദ്യുതി മുടക്കം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. രാത്രികാലത്ത് കുട്ടികളുടെ പഠനത്തെ ഉൾപ്പെടെ വൈദ്യുതി മുടക്കം പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശത്തെ യുവാക്കളുടെ നേതൃത്വത്തിൽ മുമ്പ് പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ പ്രതിഷേധം ഫലം കണ്ടില്ലെന്ന് മാത്രമല്ല, കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായതായി കുടുംബങ്ങൾ പരാതി ഉന്നയിക്കുന്നു. വൈദ്യുതി പ്രതിസന്ധി ഓരോ ദിവസം കൂടുന്നവരും കുരങ്ങാട്ടിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഒരു സമരമൊക്കെ നടത്തി ഇതിന് പരിഹാരം കാണുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ജനങ്ങൾ. എന്നാൽ ഇത് ഞങ്ങളെ അവിടുത്തെ കുരങ്ങാട്ടിലെ ജനങ്ങളെ മുഴുവൻ കളിയാക്കുന്ന രീതിയിലുള്ള സമീപനമാണ് KSB സ്വീകരിക്കുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ രാത്രി കറണ്ട് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം 8, 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴാണ് വരണേ. അത് വന്നാൽ തന്നെ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോൾ കറണ്ട് പിന്നെയും പോകും. അത് പോയി കഴിഞ്ഞാൽ പിന്നെ 10 മിനിറ്റ് കഴിയുമ്പോൾ വരും, പിന്നെ അങ്ങനെ പോകും. ചില ദിവസം പകലൊന്നും കറണ്ട് കാണാറേ ഇല്ല. അപ്പോൾ ഇതിനൊരു പരിഹാരം KSB എത്രയും പെട്ടെന്ന് തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവർ പറയണത് ഈ മാങ്കുളം ലൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഴയ വിഷയം തന്നെയാണ് അവർ പറയണത്. അപ്പോൾ അതിനൊരു പരിഹാരം അവർ കണ്ടെത്താൻ തയ്യാറാവണില്ല. ഇവിടെ ജനങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്നാണ് ഞങ്ങൾക്കറിയാത്തൊരു സാഹചര്യം. അവർ ഞങ്ങളോട് പറയുക, ഞങ്ങൾക്ക് ഒന്നെങ്കിൽ വൈദ്യുതി തരിക, അല്ലെങ്കിൽ വൈദ്യുതി വേണ്ടാന്ന് വെക്കുക. ഈ സംവിധാനം വേണ്ട. ഈ മെഴുകുതിരിയിലും പഴയ പന്തത്തിലും ഒക്കെ ആയിട്ട് ആൾക്കാർ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. ഇവർ ബില്ലടയ്ക്കാൻ നേരത്ത് ഒന്ന് വിളിച്ചിട്ട് ബില്ല് അടച്ചിട്ടില്ലെങ്കിൽ നാളെ ബില്ലടയ്ക്കണം കേട്ടോ, അടച്ചിട്ടില്ല എന്ന് പറയാൻ ഇവർക്ക് വലിയ അന്തസ്സും അഭിമാനവും മര്യാദയൊക്കെ ഉണ്ട്. ആ ഒരു മര്യാദയിൽ 100 അംശം ഇവർ ഈ ജനത്തോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുരങ്ങാട്ടിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഇവിടെ ആശുപത്രിയുണ്ട്, സ്കൂളുണ്ട്. ഇപ്പം മഴക്കാലം തുടങ്ങിയിട്ടില്ല. ഈ മഴയും കൂടി ആയി കഴിയുമ്പോഴത്തെ അവസ്ഥ ഞങ്ങൾ ആലോചിക്കുക. മഴയും ഒരു ദിവസം പോലും കറണ്ട് ഉണ്ടാകുന്നൊരു സാഹചര്യമല്ല ഇത്. ഈ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സംഭവമാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനെതിരെ ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തയ്യാറെടുക്കുക. ആദിവാസി വിഭാഗക്കാരായ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശം കൂടിയാണ് കുരങ്ങാട്ടി. ഈ മേഖലയിൽ മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനം വേണ്ടവിധം ഇല്ലാത്തതിനാൽ കേബിൾ നെറ്റ്വർക്ക് സംവിധാനം ഉപയോഗിച്ചാണ് ആളുകൾ കൂടുതലായി ആശയവിനിമയം നടത്തുന്നത്. വൈദ്യുതി പോകുന്നതോടെ ആശയവിനിമയ മാർഗം വഴിയടയും. പ്രദേശത്ത് സ്കൂൾ, റേഷൻ കട, ചികിത്സാ കേന്ദ്രങ്ങളൊക്കെയും പ്രവർത്തിക്കുന്നുണ്ട്. തുടർച്ചയായ വൈദ്യുതി മുടക്കം ഇവയുടെയെല്ലാം പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. വന്യജീവി ശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണിവിടം. മഴക്കാലം എത്തുന്നതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യത മുമ്പിൽ കണ്ട മഴ കനക്കും മുമ്പേ അടിക്കടിയുള്ള വൈദ്യുതി മുടക്കത്തിന് കാരണമാകുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. നെടുങ്കണ്ടം ഹെഡർ സിസ്റ്റംസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 211, വിൽപ്പനയ്ക്ക് വന്നത് 47,562, വിൽപ്പന നടന്നത് 46,733. കൂടിയ വില 2,713, ശരാശരി വില 2,151. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 680 രൂപ, ഏലം കൂടിയ വില 2,100, ഏലം ശരാശരി വില 1,900. കാപ്പിപ്പരിപ്പ് 430, ഗ്രാമ്പു 780, കൊക്കോ 80, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,742 രൂപ, വെള്ളി 111. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പിന് വീണ്ടും ചിറക് മുളയ്ക്കുന്നു. ഇടുക്കിയുടെ സ്വപ്ന പദ്ധതി ഓഗസ്റ്റ് മാസത്തിൽ പ്രവർത്തന സജ്ജമായേക്കുമെന്ന് വിലയിരുത്തൽ.
ഇതിനു മുന്നോടിയായി MLA വാഴൂർ സോമൻ, NCC ഡയറക്ടർ ജനറൽ രമേശ് ഷൺമുഖം ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കട്ടപ്പനയിലെ ബാസിൽ ടയേഴ്സിൽ നിന്നും 11 ലക്ഷത്തിലധികം രൂപ തിരിമറി നടത്തിയ യുവതി പിടിയിലായത് സ്ഥാപനത്തിലെ ബില്ലിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന യുവതി. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിൽ പൊറുതിമുട്ടി കുരങ്ങാട്ടിയിലെ കുടുംബങ്ങൾ. വൈദ്യുതി മുടക്കത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടും പ്രശ്നപരിഹാരത്തിന് വൈദ്യുതി വകുപ്പ് തയ്യാറാകുന്നില്ലെന്ന പരാതി. മഴക്കാലം എത്തുന്നതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യത മുമ്പിൽ കണ്ട പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇടപെടൽ വേണമെന്ന ആവശ്യം. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ കാഞ്ചിയാർ കാട്ടുകടയ്ക്ക് സമീപത്തെ വളവ് വാഹനയാത്രികർക്ക് അപകട കെണിയാകുന്നു. അപകട ഭീഷണിക്ക് കാരണം റോഡ് നിർമ്മാണത്തിലുണ്ടായ അശാസ്ത്രീയതയെന്ന നാട്ടുകാർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.